മക്കളെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ചെറിയ വിശേഷങ്ങളെല്ലാം കാണാം. നമ്മളെ വീഡിയോ എടുക്കുന്ന ചെറിയ കളിയും തമാശകളും എല്ലാരും വന്നിട്ടുണ്ട്. നമുക്ക് കാണാം. അവർക്ക് വ്ളോഗ് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹം, നല്ല ആവേശമുണ്ട്. ഇന്ന് നമ്മളെ ലൊക്കേഷൻ ഇതാണ്, ജോഷേച്ചിന്റെ വീട്ടിന്റെ മുമ്പിൽ. ജോഷേച്ചിന്റെ തറവാട്, ജോഷേച്ചിന്റെ അമ്മ വീട്. കുറെ പിള്ളേരുണ്ട്. നമ്മളെ ഹൽക്കുലത്തിന്റെ ഐശ്വര്യം. ആയി പറ. ഓ അങ്ങനെയാ. ഹായ്. അഭിനയ സിംബം ഐശ്വറാണി. അതാണ് നമ്മുടെ സ്ക്രിപ്റ്റിന്റെ ഐശ്വറാണി. അതാ ജോഷേച്ചിന്റെ ചേച്ചി അനിയത്തി. ഇതാ നമ്മളെ കുട്ടിപ്പട്ടാളം, നമ്മളെ ഇന്നത്തെ ടീം. തുടങ്ങിയോ. ഇന്നത്തെ അമ്മ വന്ന് വീഡിയോ റെഫറൻ. ഇന്നത്തെ അമ്മ മെയിൻ. ഇവരെ വീട്ടിന്റെ അടുത്ത് തന്നെ നല്ല ശിവക്ഷേത്രം ഉണ്ട്. അക്ലൈറ്റ് ശ്രീ ശിവക്ഷേത്രം എന്ന് പറയും. പനലത്തേലാണ്. ജീവിച്ചാണ് വീടിങ്ങനെ ഇല്ലേ, വീടിങ്ങനെ മരം പിടിച്ചിട്ട് ഇങ്ങനെ നിക്കണം. ഇങ്ങോട്ട് നോക്കിട്ടേ. സംഭവം വേണ്ടത് കൈയുള്ള സംഭവം കേട്ടോ. സാവേച്ചിയുടെ കൈ കുറച്ച് പൊത്തി പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കണേ. ഇങ്ങനെ ആ ഒരു ചെറുങ്ങനെ സാവകാശം. ഇനി ആടെ ചെറിയ കുട്ടിയായിരിക്കും. ഇവരെ പറമ്പ് ഇതല്ലോ മരമുണ്ട്. ഇതല്ലേ ഏതാ മരം തന്നെ അറിയില്ല. ഇത് വാഴ. ചെരുപ്പല്ലോട്ടോ, ചെരുപ്പം അപ്പൊ ഇത് ചെറിയ മരല്ലേ കാണിക്കണ്ടേ? പ്രശ്നമില്ല. ഇങ്ങനെ ആക്കുക. സജ്ജേട്ട കൊന്നേരം പറയും പണ്ടത്തെ മരാന്നുള്ള ഇങ്ങനെ ആക്കണം കേട്ടാ. എന്നിട്ട് മോൾ ഇങ്ങോട്ട് നോക്കി ചാർന്നിട്ട് ഇങ്ങനെ ആക്കും കേട്ടാ. ഓക്കെ, ചാർന്നിരിക്കണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ മതി. പിന്നെ ഇങ്ങനെ ഉണ്ട് മോളെ. ഒളിച്ചാൻ പറ്റും. 1 2 3 പറയണം. നമ്മളങ്ങോട്ട് 1 2 3 സ്റ്റാർട്ട്. എന്താ അമ്മച്ചു നോക്ക്. ഒരാളെ കാണാൻ
വെറുതെ ഇവളോടി അറിയാം. കൊതുക് അടിക്കുന്നുണ്ടാവും. ഇത് ക്യാമറ വേണ്ടേ? അതൊന്നും വേണ്ട. നമുക്ക് ഡയലോഗ് ഓക്കെ. നമുക്ക് പറ്റണേ. 1 2 3 ഓക്കെ. ഇനി ആ മറ്റേ ഷോട്ട് എടുക്കടി ഇവളത് ഇവിടെ ചാർന്നിട്ടുള്ളത്. കൊടുത്തു തരൂ. മരത്തിന് ഇങ്ങനെ തടണേ. ഇങ്ങനെ വെക്കുമ്പോള് ഇങ്ങനെ വെക്കുവേ. എന്നിട്ട് മരത്തിന ഇങ്ങനെ വെറുതെ തടുക. ലൈവ് ഒന്നല്ല, ഇതെല്ലാം വരൂ, ഇതെല്ലാം വ്ളോഗില് വരൂ. പിന്നെ പിന്നെ എങ്ങനെയാ വ്ളോഗ് എങ്ങനെയാന്ന് വട്ടത്തില് മൂന്നാളും കറങ്ങിക്കൂടെ? എങ്ങനെയാണ് നമ്മള് വീഡിയോ എടുക്കുന്നത്? തൊടുവാ. അല്ല ഇവരെടുത്ത് മറ്റേ ഇത് കളിക്കൂലേ, കല്ല് കളിക്കൂലേ, കപ്പ് കളിക്കൂലേ, അത് അടിപൊളിയല്ലേ? ഇനി ഇവര് ഇവിടെ ഓടിക്കളിക്കുന്ന എടുക്കണം. ഇങ്ങനെയാണ് നമ്മളെ വീഡിയോസ് എല്ലാം ആക്കുന്നത്. നമുക്ക് 20 സബ്ബായി. ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം. കുഞ്ഞുങ്ങളെ കൊതുകടിക്കുന്നു. ആ കക്ക് കളിക്കുന്ന ഒരു ഷോട്ട് എടുക്കും മോളെ. കക്ക് വരക്കണ്ട. എല്ലാം കാണും. നിക്ക് പേര് പറ, പേര് പറ. ഓല ഈ പറയട്ടെ, നിന്റെ പേര് പറ. ധ്രുപദ്. എല്ലാം പറ നിന്റെ ഫുള്ള്. ധ്രുപദ് പ്രസാദ്. എന്നാ പഠിക്കുന്നേ? 3-ല്. എവിടാ? അതെയാ, നീ നല്ല സ്മാർട്ട് അല്ല. പിന്നെ ഒരു പേടിത്തൂരിയാണ്. വിളിക്ക്, വേറെ വിളിച്ചിട്ട് വാ. അല്ല പിന്നെ ഇത് നമ്മളെ ഇൻസ്റ്റയിലെ താരത്തിന്റെ അനിയത്തി. ജസ്റ്റ് ഒന്ന് ഒരു കല്ലെറിയാ ഇങ്ങനെ പോവാ. എന്താ പറയാനുള്ളത്? ഹായ്, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നെല്ലാം പറ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞൊണ്ടി നോണ്ടി പോവുക കേട്ടോ. ആ കൊരട്ടി എറിയാ. കാല് വേന എടുക്കൂ. നോക്കണേ. 1 2 3 സ്റ്റാർട്ട്. എന്തിനാണപ്പാ വേറെ താരം വരുന്നുണ്ട്. മെയിൻ നിങ്ങൾ പൊട്ട കളിക്കുന്നു. ഇത് പുതിയ വീഡിയോ നമ്മളെ വ്ളോഗ്. സവീച്ചിന്റെ കുട്ടിക്കാലം. ഹായ്. നേരത്തെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെയല്ലേ മനസ്സിലാവില്ല സാവിയേച്ചി. നമുക്കാർക്കും ഒന്നും അറിയില്ല, നമ്മളിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അഴീക്കോടില് സാവിച്ചിക്ക് അത്ര ഫാൻസ്. പറഞ്ഞു കൊടുക്ക, റോട്ടിലിറങ്ങിയുള്ള ഇതെല്ലാം പറഞ്ഞു കൊടുക്ക. റോട്ടിലിറങ്ങിയാലുള്ള അവസ്ഥ പറഞ്ഞാ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. എല്ലാരും സവേച്ചി സവേച്ചിന്ന് വിളിച്ചിട്ട്. സാവിയേച്ചിന്റെ ഫാൻസ് നല്ല വീഡിയോ ആണ് എല്ലാവരും പറയുന്നത്. സാവിയേച്ചിണ്ടാ സാവിയേച്ചിണ്ടാ സാവിയേച്ചിനോട് എന്റെ അന്വേഷണം പറയണേന്ന് പറഞ്ഞു. പൈസ കിട്ടിയോ അതെല്ലാം ചോദിക്കുന്നു. പൈസ ഒന്നും കിട്ടിയില്ല നമുക്ക്. പിന്നെ എപ്പ കല്യാണം
വർക്ക് ഷോപ്പിലവർ ചോദിച്ചിന് ഇപ്പൊ കല്യാണമായാലും നിങ്ങൾക്ക് ചെക്കനെ പിടിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇതാ കല്യാണച്ചക്കൻ വന്ന പക്ഷെ ചമ്മിപ്പോയി. ഇപ്പൊ കല്യാണമായി ആ കല്യാണം നല്ല ചോദിക്കുക. സാവേച്ചിനെപ്പുറം അഭിനയിക്കാൻ ഭർത്താക്കന്മാരിൽ ഒരുപാട് കാണുമ്പോ നമ്മള് പിന്നെ സാൻവിയുടെ ഒപ്പം അഭിനയിക്കാൻ വരട്ടേന്ന് നമ്മൾ ഓക്കെ വന്നോളൂ, നമ്മളെ ടൈമിൽ നമ്മൾ വിളിക്കാന്നും പറഞ്ഞു. ഞാൻ സെഞ്ചുറി പോയിട്ട് കൊതിയാ ചെയ്തേ. നിങ്ങള് യൂട്യൂബ് ബ്ലോഗർ അല്ലേ? ജോഷി അത് ഇത് എത്ര ദിവസമായി പറയുന്നറിയാം. മിഞ്ഞാന്ന് തുടങ്ങിയ സംഭവം എത്രയോ ആളോട് പറഞ്ഞു. ചെറിയ പിള്ളേരെല്ലാം ജോഷി ജോഷി എന്നാ വിളിക്കുന്നത്. ഇന്നലെ ഇവരുടെ ആനിവേഴ്സറി ആണ് കേട്ടാ, വിവാഹ വാർഷികവും. മെയിനാള് ഇയാളാന്ന് അടിച്ചോണ്ട് പോയാ, ഇവിടുന്ന് അടിച്ചോണ്ട് പോയതാ. ഈ വീട്ടിൽ അടിച്ചോണ്ട് പോയതാട്ടാ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് വലിയൊരു കഥയാണ്. അത് ക്രമേണ പറഞ്ഞു തരും കേട്ടാ. ഉള്ള സ്ക്രിപ്റ്റ് മൊത്തം ഇടുന്നല്ലോ എടുത്തിട്ട് വരും. രാവിലെ വിളിക്കും, ശ്രീയത്തെ വീട്ടിലുണ്ടാ ഇതേ ഇവർക്ക് അറിയില്ലോ. ശ്രീയത്തെ വീട്ടിലുണ്ടാ? ആ ഞാൻ ഉണ്ട്, ഞാൻ ലാസ്റ്റ് വരും. ഹായ് പറഞ്ഞേ, ഹായ്. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. ഇന്നത്തെ കുഞ്ഞു സാവി ഹായ് പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. മോളെ ഇവിടെ എന്തെങ്കിലും സീനും കൂടി എടുക്ക്. ഒറ്റക്കല്ലേ അവർക്ക് പോയിട്ട് കൊടുക്ക്. കയ്യിലടിക്കുന്ന പോലെ സാവിത്രിയേച്ചിന്റെ സീനാനി മോള് ചേർത്തിട്ടോ. ഇവക്ക് പിന്നെ കാല് നിരത്തി ഉത്ത ശീലമില്ല. ഗൾഫ് കുട്ടിയാണേ. ഇതെന്താ ചളി? അമ്മ എന്താ ഇങ്ങനെ കൊറേ നേരമായല്ല ഇങ്ങനെ മരവും നാശങ്ങൾ തീരുവന്നറിയോ? ഇതൊന്ന് കൊടേന്റെ ഒരു കാല് പോലത്തെ നല്ല പറഞ്ഞു. നിങ്ങളൊന്നായത് ഈ കൊടേന്റെ കാല് പിടിക്കുമ്പോ എന്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേ ഡ്രൈവർ അങ്ങനെയൊന്നുമല്ല, പോയാട്ടെ ഇറങ്ങുന്ന ഡോർ തുറന്ന് ഇറങ്ങിട്ട് പോകുന്നു. അല്ലേ? ആ വ്ളോഗ് ഇത് ഫുൾ വീഡിയോ വരും നമ്മളെ യൂട്യൂബിൽ ഫുൾ വീഡിയോ ആയിട്ട് വ്ളോഗ് ആയിട്ട്. ലൈവ് ഒന്നല്ല, ഇത് കട്ടേണ്ട ഇതെല്ലാം പറഞ്ഞു നമ്മളെ ചെയിനെല്ലാം കാണിക്കും. പകുതി വരെ എടുക്കണ്ടു. ആയാ തമ്മു ക്യാമറ റോളിംഗ് ആയിട്ടില്ല. ഒന്നും കൂടി വന്നോരാ, അതാ നല്ല. അത് ഡിലീറ്റ് എന്തേ ഒന്നും കൂടി എടുത്തോ. എന്നാ ഇവിടുന്ന് തന്നെ എടുത്തോ. അഭിനയത്തിലുള്ള സാധിച്ചു. അതെ നമ്മളെ കിട്ടും. സോറി ആംഗിള് പറഞ്ഞെടുക്കടാ. ഉണ്ടാണ്ടിരിക്കുന്ന 1 2 3 സ്റ്റാർട്ട്. എന്നെ ആ സീൻ അവിടെ നടക്കുക. പിന്നെന്താ ഇങ്ങനെ നിക്കുവാ നിങ്ങള്. എന്റെ രാജനെ വിളിക്ക്. അതന്നെ അല്ല
എന്തോ പറഞ്ഞു സാവേച്ച് വീണാ കുഴപ്പമില്ല, പക്ഷെ ഇത് വീണ്ടുണ്ടെങ്കിൽ കണക്കന്നെ. ചിരിക്കാനും പാടില്ലേ? ദർശിത്തെ പൊന്നു മോനെ ഒന്ന് മാറുവാ. അമ്മേ അമ്മേ നിങ്ങൾ വിളിച്ചോ. അമ്മയെ വിളിക്കുമ്പോ തന്നെ വീകുമ്പോ നിങ്ങൾക്ക് അവര് അമ്മേ ഒന്ന് സങ്കടപ്പെട്ടിട്ട് ഒരു ഉള്ളിന്ന് അറിഞ്ഞിട്ട്. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. അമ്മേ അതന്നെ അടിപൊളി 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 അടിപൊളി. പക്ഷെ ചിരിച്ചു പോയി. അതന്നെ സെയിം തന്നെ. അല്ല പ്രതീക്ഷിക്കുന്നില്ലല്ലോ സാവിച്ച് ഒറ്റ ടേക്കിൽ ഇങ്ങനെ നിന്ന്. ആ നൂറ് നിങ്ങളെന്താ അതെ 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 അതെ. ചിരിക്കല്ലേ? അതന്നെ റെഡി 1 2 3 സ്റ്റാർട്ട്. അമ്മേ അമ്മേ അതില് സാവേ ചിരിച്ചു. സായിച്ചിന്റെ മുഖം അങ്ങനെ തന്നെയാ. അല്ല ഒരേ പല്ല് തുറന്നാ ചിരിയായിട്ട് കാണുക. ആദ്യം അങ്ങോട്ട് കയറിയിട്ടല്ലോ കണ്ടാട്ടോ അവർ പിടിക്കുമ്പോ 3 ഷോട്ട് എടുക്കണം. എന്നിട്ട് വെളിയിലും അമ്മേ അമ്മേ ജോഷി അതെ അടിപൊളി. ജോഷി ഒന്ന് ഇങ്ങ് വന്നേന്ന് പറ. ജോഷി ഒന്നിങ്ങ വന്ന സങ്കടം സങ്കടം. റെഡി 1 2 3 സ്റ്റാർട്ട്. ജോഷി ഒന്നിങ്ങ വന്നാ നീ. അല്ല സാവിച്ചിന്റെ ചിരി വരുന്നുണ്ട്. ഓക്കെ അതില് സാവിച്ചിനെ കാണിക്കണമെന്നില്ല. ഇതില് കൈ ഇത് മാത്രം കാണിച്ചാൽ മതി. കൈ മാത്രം കാണിച്ചാൽ മതിയോ? ജോഷിയുടെ വിഷമം വരുന്നുണ്ട്. വരുന്നുണ്ട്. ജോഷി ഒന്ന് 2x എടുക്കും. അമ്മ എന്ന് പറഞ്ഞാ അമ്മ എന്ന് പറയണേ. റെഡി 1 2 കിടക്ക് കിടക്ക് കിടക്ക്. റെഡി 1 2 3 സ്റ്റാർട്ട്. ജോഷി ഒന്നിങ്ങ വന്ന അമ്മ കൊണ്ടുവന്നില്ല. മതി. ഓക്കെ ലേശം സെന്റി വീഡിയോ ആണ്. അപ്പൊ ഇനി മോളെ മരം മാത്രം കാണിക്കണേ. മരം മാത്രം കാണിച്ചിട്ട് മരം അത് ഏട്ടൻ എടുക്കും. ലാസ്റ്റ് പിന്നെ നിനക്ക് അത് ശാരിക പറഞ്ഞു ലാസ്റ്റിലത്തെ വേർഡ്സ്. ഓക്കെ റെഡി 1 2 ഞാൻ ഓക്കെ. എന്നിട്ട് ആശാണ്ട് ഇങ്ങനെ പോകുന്ന സീനാക്കണ വേണ എടുത്തു വെക്കാം. അല്ല അമ്മേനെയും കൊണ്ടിങ്ങനെ അമ്മേനെ എടുക്കൂലല്ലോ ഒരു ഇതില്. ഇല്ല ഇനി ഇല്ലല്ലോ. സജ്ജാട്ടിന് എടുക്കാം ആദ്യം. അതിന് സജ്ജാട്ടനാണ് ആദ്യം. അമ്മേനെ കളിയാക്കേ ബബ്ബയാന്നിട്ട് ഇത് കണ്ടേ ഇപ്രാവശ്യം കണ്ടേ. ഭയങ്കര അന്നെല്ലാം കുറ്റപ്പെടുത്തുന്നതാണ്. ഞാൻ എപ്പോഴും എനക്ക് കക്കുണ്ടേ. അപ്പൊ ഞനക്ക് എപ്പോഴും കക്കായിരിക്കും. എന്റെ ഭാഷ എനക്ക് പറ്റും. അപ്പൊ അതിന് സജ്ജാട്ടിന് ഇങ്ങനെ പറഞ്ഞ എന്നെ എപ്പം നോക്കുമ്പോ തമാശയാക്കും. നോക്കിക്കേ ഇനി അച്ഛന്റെ അഭിനയം നോക്കിക്കേ. ആദ്യം അടിപൊളിയാണ്. ഇപ്പൊ ബബ്ബയാവുന്നുണ്ട്. അമ്മേന്റെ ശാപം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഡയലോഗ് പിന്നെ ബയ്യ ഇവര് കാണിക്കുമ്പോ കുട്ടിക്കാലം കാണിക്കുമ്പോ ഈ മരം ഉണ്ട്. നമ്മളെ വീഡിയോയിലേക്ക് വീഡിയോ എടുക്കുന്നിട്ട് പേടിച്ചിട്ട് അതായത് സാവേച്ചി ഫാൻസ്. നമ്മളൊന്നല്ല. ചിരിയെടുത്തേ അവളെ ദേവർഷി കമന്റ് വരൂ. ദേവർഷിന്റെ ചിരി നല്ല ചിരിയെന്ന്. ദേവർഷിന്റെ ചിരി നല്ല ചിരി എന്ന് പറയും. നല്ല കാതൽ പട്ടം കറങ്ങിട്ട് പറയും സജ്ജേട്ടൻ. നോക്കിട്ട് മരം നോക്കിട്ട് ഇങ്ങനെ ചൊട്ടിയെല്ലാം നോക്ക്. ചൊട്ടിയെല്ലാം നോക്ക് മരം. ഇങ്ങനെ ചോട്ടിയാ നിങ്ങള് ക്യാമറ പോവല്ല ഇങ്ങോട്ട് അപ്പുറന്നെടുക്ക്. തമ്മ അപ്പുറന്നെടുക്ക്. ജോഷി ചേച്ചി രാജേട്ടനെ നിൽക്കും ബാക്കിൽ കാണുന്നു.
ഇവിടെ പറഞ്ഞ ഡയലോഗ് ഒന്ന് ഞാൻ കൊണ്ടുവരില്ല. കാതലിന്റെ മരാകും നിങ്ങള് പറഞ്ഞ പൈസ കിട്ടും. കുറെ കൊല്ലം പഴക്കമുണ്ടല്ലേ ഇത്? ഞാൻ തന്നെ എടുത്തോളൂ പറഞ്ഞല്ലേ? ഞാൻ തന്നെ എടുത്തോളൂ. എല്ലാം നല്ല കാതലിന്റെ മരാന്ന്. നിങ്ങൾ പറഞ്ഞ പൈസ തന്നെ തരാം. നല്ല കാലപ്പഴക്കമുണ്ട് ഒരുപാട്. തമ്മ അത് മുഖം മാത്രം എടുക്ക്. അങ്ങോട്ട് അതിങ്ങാ ഇടുന്ന് എടുക്ക്. ഈ സൈഡിന്ന് ഇവിടുന്ന് അല്ല ഇതല്ലേ ബാഗിൽ എടുക്കുന്നല്ലേ നമ്മളെ നടക്കുമ്പോ നോക്കണം, പാമ്പറ്റുണ്ടല്ലോ. നമ്മളെ ബാഗിൽ എടുക്കുന്നല്ലേ അല്ലേ ഇവരെ ഫോക്കസ് അങ്ങനെ തിരിച്ചിട്ട് തിരിഞ്ഞു നോക്കിട്ട് നല്ല കാലപ്പഴക്കമുണ്ട്. പിന്നെ നിങ്ങള് വേറെ ആരും കൊടുക്കണ്ട, ഞാൻ തന്നെ എടുത്തോളൂ. നല്ല കാലപ്പഴക്കമുണ്ട്. ഇത് നിങ്ങൾ വേറെ ആയിരിക്കും കൊടുക്കണ്ട, ഞാൻ തന്നെ എടുത്തോളൂ. നല്ല കാലപ്പഴക്കമില്ല മാവാണ്. അപ്പൊ ജോഷി ചേച്ചി പറ എങ്ങനെയെങ്കിലും ഒന്ന് മുറിച്ച് തന്നാ മതി. അപ്പ ഇല വീണിട്ട് അടിച്ചാടിട്ട് എന്റെ പ്രാന്തായി. നല്ല മഴ പെയ്യാൻ പോയി. നല്ല കാറ്റ്. എങ്ങനെയെങ്കിലും ഒന്ന് മുറിച്ച് തന്നാ മതി. അപ്പ നല്ല മഴ പെയ്യും. മഴക്കാറുണ്ട്. മാങ്ങയുണ്ടപ്പ പുറത്തു പോയാലും മാങ്ങ കിട്ടൂല. നല്ല നല്ല മാങ്ങയില്ലേ? അടുത്തത് പറയാം. എന്റെ നമ്മളെ അമ്മക്ക് ഈ മാവ് ഇങ്ങോട്ട് വല്ലാത്തൊരു അന്നെക്കാളും കാര്യ മാവിനെ. നമ്മളെ മക്കളെക്കാളും കാര്യം ഈ മാവ്. കഴിഞ്ഞാ വീഡിയോ കഴിഞ്ഞാ അല്ല പെട്ടി പൊളിക്കുന്നല്ല പറഞ്ഞേ. പെട്ടി പൊളിക്കുന്നതിന് ആറിലാനെ വേണ്ട ശരി. രാജേഷാട്ടൻ സജിയാട്ടനും പണിയെടുക്കുമ്പോ സജിനോട് പറയും രാജേഷാട്ടെ എനിക്ക് ഓരോ കാര്യം സഹായിച്ചിട്ടാ രാജേട്ടാ എന്ന് പറഞ്ഞ് അപ്പുറത്ത് താമസിക്കുന്ന സജിയാട്ടൻ പണിയൊന്നും എടുക്കില്ല, നമ്മളാണെങ്കിൽ നാമക്കേടാന്നുള്ള ഇവർ പറയും. അല്ലപ്പ അത് അച്ചിക്കോന്ത ഇത് വേറെ. ഇത് നിങ്ങൾ പറഞ്ഞു ഇതെല്ലാം വരും. ഞാൻ ഒന്നും ആക്കൊന്നുമില്ല, എടുത്തുന്നാക്കൂല, ഇതെല്ലാം ഒന്നിച്ചിടും. എന്നാ ഒരു വീഡിയോ കൂടി എടുത്തിട്ട് പോകാം. ശ്രീദത്ത ഇനി ഏട്ടന്റെ ഫോൺ ഞാനറിയില്ല. ചാർജില്ല, എന്റെ സ്റ്റോറേജ് ഇല്ല. ഇനി എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം അയച്ചിട്ട് അങ്ങനെ വെച്ചോ. എന്റെ അയക്കാം, എന്നിട്ട് ഡിലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് അഭിനയിക്കൊന്നും വേണ്ടല്ലോ. അഭിനയിക്കാനും ഡിമാൻഡ് ആയിപ്പോ. കാലപ്പഴക്കമില്ല മാവാണ്. എങ്ങനെയെങ്കിലും കുറിച്ച് തന്നാ മതി. ബാബാ ഏയ് സാരി ആദ്യം ആദ്യം എന്നാ സീനി എല്ലാം അയച്ചില്ല എനിക്ക്. അതിടെ നേരത്തെ പറയണ്ടേ ജോഷി? ആ കട്ടിലും കിടക്കും കണ്ട മനുഷ്യവിടെ അകത്ത് നിന്റെതോ അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ അല്ല ഇതോടുത്ത് വിരിച്ചതാണ് കിടന്നോ? അതിനെന്താ പറയാ? പേര് പറ. പറഞ്ഞോ? മാങ്ങിയാ ആ ഇടയ്ക്ക് ഇങ്ങനെ ഇത് വെക്കുന്നു. മോനെ നീ അഭിനയിക്കുവാ? എന്താന്ന് കൊണ്ട് പോണില്ല. ആ പോയി തീരെ നിൽക്കൂല. അടുത്ത വീഡിയോ ഇങ്ങനെ ലീവുള്ള ദിവസമാണ് എല്ലാം എടുക്കാന്. ലീവുള്ള ദിവസം ഒരു 2-3 വീഡിയോ എടുത്തു നോക്കും, എന്നിട്ട് ഓരോ ദിവസം എടുത്തു നോക്കും. അതാണ് പെട്ടിയിട്ടില്ല.
അടുത്ത വീഡിയോ സജിയേട്ടൻ പറയുക അല്ല രാശേ നീ ഇങ്ങനത്തെ പണിയൊന്നും എടുക്കല്ല എന്നെ പറയും. വില കളയാൻ വേണ്ടി അഭിനയിക്ക്. നിങ്ങൾ ആരെയും ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോ സജിയേട്ടന്മാർക്ക് പറയും അല്ല രാശേ ഇങ്ങനത്തെ പണിയൊന്നും എടുക്കല്ല പറ്റിയ പണിയില്ല. നല്ല വൃത്തിക്ക് നീ എന്തെല്ലാം ഈ പണി കളിക്കുന്നു? നീ എന്താണ് ആണുങ്ങളെ വില കളയാൻ വേണ്ടിട്ടാണ് അറിയിടുന്നു? എല്ലാരാഴ്ച നീ എന്തെല്ലാം പണിയാ എടുക്കുന്നത്? ആണുങ്ങളെ വില കളയാൻ വേണ്ടിട്ട് ആറിയിടല്, അടിച്ചു കയറല്, എന്തെല്ലാം ചെയ്യുന്നു നീ? അടുത്തത് ഞാനും പണിക്ക് പോകുന്നു, ഓളും പണിക്ക് പോകുന്നു. ഉണ്ടല്ലോ മാറിയാ പണിക്ക് പോകുന്നുണ്ട്, ഓളും പണിക്ക് പോകുന്നുണ്ട്. വീട്ടിലെ ഭാര്യമാരെ സഹായിക്കുന്നത് വലിയ കുറ്റമൊന്നല്ല സജിയേട്ടാ. ഓളും ജോലിക്ക് പോകുന്നു, ഞാനും ജോലിക്ക് പോകുന്നു അല്ലേ? അപ്പൊ ഓക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കണം, എല്ലാം ആക്കിട്ട് കൊണ്ട് പോകും. അപ്പൊ ഞാൻ അത് ഒറ്റ ഷോട്ടിലായോണ്ടാണ്. സജിയേട്ടൻ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞേ പറഞ്ഞാൽ പരമാവധി ഇല്ലേ ഇങ്ങനെ പിടിച്ചിട്ട് കളിച്ചോ, കാരണം ഇങ്ങനെയുണ്ട്. നിങ്ങൾ ഈ ഒരു സംഭവം പറഞ്ഞത് ചോദിക്കോ ഏത് യുഗത്തിലാണ് നിങ്ങൾ ഏത് യുഗത്തിലാണെന്ന് ചോദിക്കണം. നിങ്ങൾ ഏത് യുഗത്തിലാണ്? ഭാര്യ ജോലിക്ക് പോകുന്നു, ഞാൻ ജോലിക്ക് പോകുന്നു. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടു ജോലി തുടങ്ങി. ഒറ്റടിക്ക് പറയണ്ട. റെഡി 1 2 3 സ്റ്റാർട്ട്. അതെന്ത് വർത്താന സജിയേട്ടൻ? അതെന്ത് വർത്താന സജിയേട്ടാ നിങ്ങൾ പറഞ്ഞു? ചായ കൊടുത്താ ചായ കൊടുക്കല് എനിക്ക് പറയാടാ ശ്രീദത്തെ ഇതെല്ലാം മടക്കി വെക്ക്. പിന്നെ പേഴ്സ് ശ്രീദത്തെ ഈ തുണിയെല്ലാം മടക്കി വെക്കടാ. തന്നെ ആ ദോശ ഇടുമ്പോടെ അച്ഛന് തേങ്ങ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മളെ വീഡിയോസ് എടുക്കുന്നത്. ഇങ്ങനെ കുറച്ച് പണിയുണ്ട്. ഒക്കെ വരാൻ തുടങ്ങി. നിങ്ങൾ നടത്തുന്ന വീഡിയോ ഇങ്ങനെ റെഡി 1 2 3 ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഇതൊന്നും ഇതെന്നാ പറ്റിയെന്ന് പറയണ്ട. ഒന്നും പറയണ്ട, അല്ല ഇത് ഇവർക്കെല്ലാം പറ്റിയെന്ന് പറയണ്ട. ഒന്നും പറയണ്ട. സജിനേച്ചിക്ക് റെസ്റ്റ് എടുക്കാൻ പറയുന്നില്ല. സജിയേട്ടാ വിട്ടുപോയി. സജിന ചായ കുടിക്കുന്ന നല്ല ചൂട് ചായ ജഷീന്റെ വക, അതായത് ജോഷിബാന്റെ അനുജത്തിയുള്ളത്. ഇവരെ തറവാട്
പ്രസാദാട്ടൻ കാണിച്ചു കൊടുത്തട്ടെ. പ്രസാദാട്ടൻ പ്രസാദാട്ടന്റെ മക്കളും കണ്ണപ്പൻ ജഷീനെ കാണിച്ചു കൊടുത്താ ഉണ്ടല്ലേ? അല്ല ഞാൻ എന്റെ ലവ് ലെറ്റർ എനിക്ക് ലവ് ലെറ്റർ പിന്നെ ഇത് ലൈനുണ്ടാ സത്യം പറഞ്ഞു ഒരാളുണ്ട് എന്റെ മുഖത്തുണ്ടല്ലോ ഇടാ എന്റെ കണ്ണിങ്ങനെ പടക്കുന്നുണ്ടല്ലോ പോല ചോദിക്കട്ടെ അതെടുക്കാലോ. അപ്പൊ ഇതിന് മുട്ട ഇറക്കുവാ നീ വേണ്ട 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 ഇറക്കു കാണുന്നില്ല. കഴിഞ്ഞു വീഡിയോ ഫുള്ള് കഴിഞ്ഞു. ഇനി ചായ കുടിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് പോകും. നമ്മൾ ആദ്യമായിട്ടാണ് ഈടമായിട്ട് എടുക്കുന്നത്. നമ്മളെ പുറത്തൊന്നും എടുക്കയില്ല. ലൊക്കേഷൻ മാറ്റിയത്. നമ്മളെ എല്ലാവരും ആഗ്രഹപ്രകാരം നമ്മളും സ്ഥലം മാറ്റി കൊടുക്കും. സമയമുണ്ടാ ഇന്ന് പോയിക്കളയാ. കണ്ടോ സമയമില്ല. പിന്നെ പാട്ടിക്കൂടെ ഉണ്ടോണ്ടേ കാതിലാക്കുന്നേ അജയാനോട് പറഞ്ഞു പോയിട്ട് കുട്ടികളെ മാക്കണം. അവിടെ മറ്റേ പോലെ മോളെ പേര് സാലിക. എല്ലാരും പേര് പറഞ്ഞെ മോളെ പേര് പറഞ്ഞോട്ടെ. പേര് പറയണേ സാലിഹ. മോളെ ജഷി ഒന്നുകൂടെ പറ. ആലിയ. ഇവള് ഇത് ജോഷിബ. ഇത് ശാരിക. എല്ലേലും കായുണ്ട്. ആമിന. ഇത് സാവിന. എന്റെ പേര് പിന്നെ അറിയാലേ സജിനേച്ചി. എല്ലാരെയും ഞാന്ന് പറഞ്ഞ ലാസ്റ്റ് ഉണ്ടല്ലേ? ശ്രീനന്ദ. സന്താനം എല്ലാരെയും ആന്നുണ്ട് ലാസ്റ്റ്. എല്ലാ പേരും ഏഴിലാണ് അവസാനിക്കുക. നമ്മള് അഭിനയിപ്പിച്ച് നമ്മുടെ സുന്ദരി മോളം. ദർശിത്തെ കുട്ടാട്ടാ പോട്ടെ. പാന്റ് നാട് കയറിയിട്ടുണ്ടോ? ഓ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നമ്മളെ വ്ളോഗേഴ്സിനെ കൊണ്ട് നിറഞ്ഞാ ഞാൻ എന്റെ കുടുംബ വീഡിയോ ഗ്രൂപ്പിലിടാൻ. അല്ല നിത്യേച്ചീനെ വിളിച്ചില്ല. നമ്മളെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് പോക്കായി. നിങ്ങളെന്ത് ഇവിടെ നിന്നിനെയാടി നമ്മളെ മാവിന് ഇവിടെ ഒറ്റക്കാക്കി നമ്മള് പോക്കായി. മാറ്റാൻ കൊണ്ട് ബാ എല്ലാരും ഒന്ന് കൂടി നേട്ടെ. ബാ ലാസ്റ്റ് എൻഡിങ്. ഓ സോറി മാറിപ്പോയി. ചെരുപ്പ് മാറിപ്പോയി. ഓ സജി ഒറ്റക്ക വന്നിന് വണ്ടിയില് സജിയായിട്ട് ഇതിന്റെ അകത്തെല്ലാം വെച്ചില്ല നിങ്ങളെല്ലാം. ഒരു പനിയാൻ പറ്റിനി. ഒരു വെള്ള പനിയാൻ കാണുന്നില്ലല്ലോ. വെള്ള പനിയാനിട്ട് ബൈ ബൈ. ടാറ്റ ടാറ്റ ടാറ്റ. താങ്ക് യു.
ബൈ ബൈ എടാ ടാറ്റ പറ ടാറ്റ പറ ആ എല്ലാരും ഒന്ന് ഇടുന്നിട്ട് എല്ലാരും പോലെ ഇപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ കഴിഞ്ഞ് ഇതേ ഉള്ളൂ. ഇന്ന് നമ്മള് 3-4 വീഡിയോ എടുത്തു തോന്നുന്നു. രാവിലെ എടുത്തിന് ഇതാ ഇപ്പം പിന്നെ വൈകുന്നേരവും വന്നിട്ട് എടുത്തു. ഞായറാഴ്ചയാണ് മൊത്തത്തില് ഒരാഴ്ചത്തെ വീഡിയോ എടുക്കുക. ആ ഞായറാഴ്ച അല്ലേ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഞാൻ എടുത്തിന്. ഞായറാഴ്ച തന്നെ എടുക്കല അധികം കൂടുതലും. എല്ലാവർക്കും പണിക്ക് കൊണ്ടവരാണ്. അമ്മേനെ കണ്ടി ബൈ. ലൈവില് വരും വേണ്ടേ? അതിലിടൂ. അയ്യോ അപ്പോ ഹൽക്കുലത്തിന്റെ ഒരു ദിവസത്തെ റീലെടുക്കുന്ന വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോ എല്ലാരും മക്കളെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേ. ഓക്കെ ബൈ.